ദയവായി തുടരൂ. മറ്റ് പ്രദേശങ്ങളിൽ നിന്നുകൂടി വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു, മധ്യമേഖലയുടെ വിവരം നൽകാൻ അർച്ചനയും, മലബാറിൻ്റെ വിവരങ്ങൾ നൽകാൻ ശരണ്യയും ഒക്കെ ഉണ്ട് നമ്മോടൊപ്പം. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനും ഒക്കെ ഉണ്ട്. സുജു ടി ബാബുവിലേക്ക് ഒന്ന് പോയാൽ, സുജു, പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ വിവരങ്ങൾ? ശരി, അജിംഷാദ്, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമലയാറിൻ്റെ തീരത്താണ്, സമീപമാണ് നിൽക്കുന്നത്. വള്ളംകുളം പാലത്തിന് സമീപത്താണ്. ഇപ്പോൾ ഈ മണിമലയാറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ നദിയിലുള്ള. ജലനിരപ്പും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണിമലയാർ, നമുക്കറിയാം, കേന്ദ്ര ജല കമ്മീഷൻ പലപ്പോഴും പ്രളയ മുന്നറിയിപ്പ് നൽകുന്ന ഒരു നദി കൂടിയാണ് മണിമലയാർ. നമ്മൾ രാവിലെ നിന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്തായിരുന്നു. അവിടെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യം. ഈ മണിമലയാർ ഈ യാത്രയിൽ നമ്മൾ പമ്പ നദിയുടെ കുറുകെയാണ് വന്നത്. അവിടെ കോഴഞ്ചേരി ഭാഗത്തൊക്കെ തന്നെ വെള്ളം ഉയരുന്നൊരു സാഹചര്യമാണ്. ഈ മണിമലയാറിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ മണിമലയാറിൽ കരകവിഞ്ഞ് ഒഴുകിനെ തുടർന്ന് തിരുവല്ലി തിരുമൂലപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുകയും ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മണിമലയാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ആളുകളൊക്കെ ഈ കാണാൻ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ സമീപവാസികൾ കൂടിയാണ്. ചേട്ടാ, ശക്തമായ ഒരു വെള്ളം ഒഴുക്കാണുള്ളത് അല്ലേ? ഇന്ന് രാവിലെ മുതൽ, ഇന്ന് മിനിയാന്നിറങ്ങിയ വെള്ളം ഇന്ന് മുതൽ വളരെ ക്രമാതീതമായിട്ട് ഉയരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ വെള്ളം ഈ പൊങ്ങി ഒഴുകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറി കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ ഇവരുടെ തന്നെ വീട്ടിൽ വെള്ളം കയറി. ഇത് ക്രമാതീതമായിട്ട് ഉയരുകയാണ്. എന്തുവാ അതിന് ചെയ്യേണ്ടിയെന്ന് നമുക്കറിയില്ല. ചേട്ടാ, വെള്ളം വീട്ടിലേക്ക് വീട്ടിൽ കയറി. എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തയാണ്, സ്റ്റോക്ക് വന്ന് കിടക്കുന്നതാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം, അതായത് കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് പലപ്പോഴും. അതായത് ആളുകൾ പറയുന്നത് ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് തന്നെയാണ് പ്രധാനമായി ഇത്തരം മേഖലകളിൽ ജലനിരപ്പ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ പെയ്ത്തു വെള്ളം എന്നും ഈ നാടൻ ഭാഷയിൽ പറയും സ്ഥലങ്ങളിൽ ആളുകൾക്ക് ധാരാളം ആളുകൾ പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ മഴ കനക്കുകയാണ്. ഇന്നലെ വൈകിട്ട് അതിശക്തമായ മഴയും പിന്നീട് രാത്രി മഴ മാറിയെന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ മഴ ശക്തി പ്രാപിക്കുവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മണിമലയാറിന്റെ ഈ ഭാഗത്താണ്. ഇവിടുത്തെ ജലനിരപ്പ് ഉയർന്ന കാഴ്ച തന്നെ ഇതിന്റെ ഒരു നേർസാക്ഷ്യമാകുന്നു. അജിംഷാദ, തീർച്ചയായും